ചെറുക്കനാണെന്ന് തോന്നുന്നു. പക്ഷെ നീ പറഞ്ഞതുപോലെ ഡ്രൈവിംഗിൽ ഇയാൾ അത്ര സമർത്ഥനാണ്. അയ്യോ, സമർത്ഥനാണെന്നോ? ഷോളാപുരം മോട്ടോർ റേസിൽ 3-4 പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള ആളാ. വേണ്ടി വന്നാൽ കാർ ഒഴിച്ച് പെരപ്പുറത്ത് കയറ്റും. ജൂഡോ, സാമർഥ്യത്തെക്കാൾ നമുക്ക് ആവശ്യം വിശ്വസ്തതയാണ്. അയ്യോ, വിശ്വസ്തതയാണ്. ഞാൻ പല ടെസ്റ്റ് നടത്തിയാ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിലേക്ക് പറ്റിയ ആളാണ്. നാടെവിടെയാണ്? ആള് ഒരു പൊട്ടനാ. കേൾക്കുന്നതില്ല, പക്ഷെ കേൾക്കാൻ വയ്യ. ഓഹോ. അല്ല, ഇവിടെ കാണുന്നതും കേൾക്കുന്നതും പുറത്ത് പറയാൻ പാടില്ലാത്തതാണ് അവരുടെ ആവശ്യം. ഇവനാണെങ്കിൽ നാക്കെടുക്കാനും വയ്യ, ചെവി ഒട്ട് കേൾക്കാനും വയ്യ. ജൂഡോ, നീ പറഞ്ഞ സത്യമാണ്. ഇവൻ പൊട്ടൻ തന്നെയാണ്. മാനേജരോട് പറഞ്ഞിട്ട് ഡ്രൈവറായിട്ട് അപ്പാൻ ചെയ്യാൻ പറഞ്ഞു. പിന്നൊരു കാര്യം, ഇവിടെ പെരുമാറേണ്ടത് എങ്ങനെയാണെന്നെല്ലാം ഇവനെ പറഞ്ഞ് മനസ്സിലായിക്കോളൂ. ഇതൊരു വലിയ ഹോട്ടലാണ്. ഇവിടെ പെരുമാറുന്നത് വളരെ വിശ്വസ്തയോടുകൂടി. പറഞ്ഞ പോലെ ഹോട്ടലാണ് ഞാൻ അറിയത്. സമാധാനം. ഏതായാലും നിനക്ക് ചെവിക്കല്ലി കൊള്ളത് വെടിവെച്ചിട്ടും നീ അനങ്ങാതെ നിന്ന് സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അയാൾ തോക്കെടുക്കുന്ന ഞാൻ കണ്ടു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ പരീക്ഷിക്കാനുള്ള വേലയാണ്. വേറെ ധാരാളം രഹസ്യങ്ങളുള്ളൊരു ഹോട്ടലാണിത്. ഇപ്പൊ എന്റെ ഉടമസ്ഥനായിരിക്കുന്ന ഗോപി ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനല്ല, വേറെ ആളിൽ നിന്ന് അപകരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ യഥാർത്ഥ മുതലാളി ആര്? ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഒരു വലിയ രഹസ്യം കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ ഹോട്ടലിൽ താമസിക്കുന്നത്. എന്ത് വന്നാലും രാജേന്ദ്രൻ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. തീർച്ചയായും. പേടിയോ? എന്തോ പേടിക്കാന്? പ്രത്യേക റൂമൊന്നുമില്ല. കാറിൽ തുടങ്ങാതെ ഇവിടുത്തെ കാർ ഓടിച്ചാൽ മതി. എന്തോ ബഹളം? അല്ല, അവര് തനിച്ച് കാറിലേക്ക് കിടന്ന് ഉറങ്ങാൻ വയ്യ. പേടിയാവും. പേടിയാവും? ഞാൻ എന്തോടെ ഒരു ചെറുത്താമലുണ്ട്. അല്ല, ഇനിയിപ്പോ അതാ ഒരു ചെറുത്താൻ മുമ്പ് നിന്നാത്തിനെയും ഇവരെങ്ങനെ പേടിക്കുന്നുണ്ട്. ചെറിയേക്കാൻ വയ്യല്ലോ. പോട്ടെ. ഏതായാലും ജൂഡോയുടെ മുറിയിൽ അവനെ കൂടെ കൂട്ടിക്കൊള്ളു. രാജേന്ദ്ര, ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചെറുത്ത.